ഹായ് സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ പോത്തങ്കോട് മടവൂർ പാറയില കാണാനായിട്ടുള്ള പോക്കാം. മടവൂർ പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 12:30, നല്ല സമയം. മടവൂർ പാറ കാണാൻ സമയമാണ്. നിങ്ങളാരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ആഗ്രഹക്കാർ കയറി ഇവിടെ എത്തി. ഇനിയാണ് ടാസ്ക്. നമ്പർ 1 കയറി പിടിച്ച് കയറുന്നത്. കയറിക്കോ, നോക്കിയേ. ഹായ്. മഴ സമയത്തൊന്നും ഇതിലേ കയറാൻ പറ്റൂല. മടവൂർ പാറ. ഇവിടെ ഇപ്പോഴും വെള്ളത്തിൻ്റെ നനവുണ്ട്. ഇവിടെയൊക്കെ നശിപ്പിക്കാനായിട്ട് പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിട്ട്. മഴ സമയത്ത് ഇതിലേ കയറി വരാനൊന്നും പറ്റില്ല. അവിടെ ഒരു നോ എൻട്രി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ. അടിപൊളി. ഒരു ഇവിടെയൊക്കെ വരണമെങ്കിൽ വൈകുന്നേരം 3, 3:30, 4 മണിക്കൊക്കെ വരണം. അത് നല്ല സമയം. കൃത്യം 12:30 നമ്മളിവിടെ എത്തി. പാറയ്ക്ക് കുടിവെള്ളത്തിനുള്ള ഇതാണ്. മഴ സമയത്ത് ഇതിലേക്ക് ഒലിച്ചു വരും. ടാങ്കി പോയി നിറയും. കുടിവെള്ള സംഭരം. അടുത്ത് കയറ്റം തുടങ്ങും. പോത്തങ്കോടിനും ചേങ്കോട്ട് ഓണത്തിന് ഇടയ്ക്കാണ് ഈ സ്ഥലം. പോത്തങ്കോട് നിന്ന് ചേങ്കോട്ട് ഓണം ചെമ്പഴന്തി പോണ റൂട്ടിൽ ഇടത്തോട്ട് തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലം കാണാൻ പറ്റും. അപ്പോൾ ഇതിന് 2 എൻട്രൻസ് ഉണ്ട്. മെയിൻ എൻട്രൻസിൽ കൂടെ കയറിയല്ല ഞങ്ങൾ എത്തിയത്. എന്നാലും കുഴപ്പമില്ല, ആ സ്ഥലത്തെത്തും. അടിപൊളി. ഷോപ്പിൽ കയറി വന്ന റെസ്റ്റോറൻറ്റ് കുടുംബശ്രീയില. ഐസ്ക്രീം, ഊണൊന്നുമില്ല, ചായ, പഴംപൊരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല വിശ്വാസമാണ്. നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത് ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണേ. ഇത് കണ്ടിട്ട് 2 ബട്ടർ സ്കോച്ച്. ഓരോരോ സ്കഡുകളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഐസ്ക്രീം പാളമൊക്കെ ഉണ്ട്.
അറ്റകുറ്റപ്പണികളൊന്നും നടക്കുന്നില്ല. പക്ഷെ മഴ സമയത്ത് ഇവിടെ നല്ല വെള്ളം കെട്ടി നിർത്തുന്ന സ്ഥലമാണ്. വെള്ളം ഇല്ലെന്നാരും ഒന്ന് വെള്ളമൊക്കെ ഉണ്ട്. ഉണ്ട് അതിൻ്റെ അവിടെ വെള്ളമുണ്ട്. വേണ്ട വെള്ളമുണ്ട്. വെള്ളമുണ്ട് സുഹൃത്തുക്കളെ, വെള്ളമുണ്ട്. 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 മീനുണ്ടോന്ന് തോന്നുന്നു. മീന് എന്താ ഉണ്ട് ഇവിടെ. കുറേ നിബന്ധനകളുണ്ട്. ഇതൊക്കെ എൻ്റെ CCTV നിരീക്ഷണത്തിലാണ്. പുകവലി പാടില്ല, പ്ലാസ്റ്റിക് നിരോധന മേഖല എന്ന് പറഞ്ഞിട്ട് ആ പാറയിൽ മൊത്തം പ്ലാസ്റ്റിക് ഉണ്ട്. വളരെ മനോഹരമായി വെട്ടിയൊരുക്കിയ ഈ ചെടികൾ ഈ മടവൂർ ഭാഗയിലെ പാർക്കിന് വളരെയേറെ ഭംഗി നൽകുന്നു. കുട്ടികൾക്ക് കളിക്കാൻ സൗകര്യമുള്ള പാർക്ക് ഇത്രയേറെ മനോഹരമായി സൂക്ഷിക്കുന്നു ഇവിടുത്തെ ഭരണാധികാരികൾക്ക്. ഇവിടുത്തെ അംഗങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്നു. വരുന്നവർക്ക് കാണാൻ ഈ ചെടികൾ വളരെ മനോഹരമായി തന്നെ നയിച്ചൊരുക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ കാറ്റും ഏത് സമയത്ത് ചെന്നാലും നമ്മുടെ മനസ്സ് തണുപ്പിച്ച് നിർത്തുന്നതാണ്. അത്രയേറെ തണുത്ത കാറ്റുകളാണ് ഇവിടെ വീശുന്നത്. മനോഹരമാണ് ഈ കാഴ്ചകളൊക്കെ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ സൂക്ഷിക്കണം. കരുതലിനായി ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കുളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു വെള്ളം നിർത്തിയിട്ടുണ്ട്. ഇത് 1900 അന്നുള്ള വെള്ളം മുഴുവൻ കിടക്കുന്നു. കറ് ടോയ്ലറ്റ് പോലെ സാധ്യത. നല്ല കാറ്റ്. നെല്ലിക്ക പഴുത്തൊന്നുമില്ല. ഇന്നാണെങ്കിൽ കുറച്ച് തിന്നു. ഊഞ്ഞാലാടണമെങ്കിൽ അടിക്കുമോ? ക്യാമറ അവിടെ കൊണ്ട് ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാം. ഇവിടെ വന്ന് ഇരിക്കാം. കുട്ടികൾ കളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ
എന്തൊക്കെ സാധനങ്ങളൊക്കെ വലിച്ചു ഊരിയൊക്കെ കളഞ്ഞിട്ടേക്കാണ്. മനോഹരമായ കാഴ്ചകളാൽ വളരെയേറെ ഭംഗിയാർന്ന ഈ മടവൂർ പാറയിൽ വന്നാൽ നമ്മുടെ നഗരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഇവിടെ നിന്ന് നോക്കിക്കാണാൻ കഴിയും. മനസ്സിന് വളരെ സന്തോഷവും കുളിർമയും നൽകുന്ന ഈ മടവൂർ പാറ വരും കാലങ്ങളിൽ സഞ്ചാരികളുടെ ഒരു പറുദീസയായി മാറാൻ കാരണമാകും. ഇത്ര മനോഹരമാണ് ഈ പാറയിൽ നിന്നും കാണുന്ന കാഴ്ചകളെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയേറെ സുന്ദരമായൊരു സ്ഥലമാണ് ഈ മടവൂർ പാറ.